കടബയാതി എന്ന് പറഞ്ഞാൽ സംഖ്യകൾക്ക് അക്ഷരങ്ങൾ നൽകി ഈ ഗണിതത്തെ ഭാഷയാക്കി മാറ്റി സുന്ദര കാവ്യങ്ങളാക്കുകയാണ്. അപ്പോൾ നമുക്കറിയപ്പെടുന്ന ഈ സംവിധാനം ഇതാണ്. പക്ഷേ കടബയാതി വരരുചിയുടെയാണ് പറയുമ്പോൾ വരരുചിയുടെ മുമ്പേ കടബയാതി ഉണ്ടായിട്ടുണ്ടാകാം. കാരണം ഈ മാമാങ്കത്തെക്കുറിച്ച് അല്ലെങ്കിൽ മാഘ ഉത്സവത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ശരിക്കും പെരുമാൾ വാഴ്ചയാണ്, പെരുമാളെ തീരുമാനിക്കുന്നതാണ്. അങ്ങനത്തെ ഒരു കാര്യം കേരളോൽപ്പത്തിയിൽ പറയുന്നത് ഭൂമോവയം പ്രാപ്യ, ഭൂമിക്ക് ഭൂമിപാലകനെ കിട്ടി എന്നാണ് അർത്ഥം. ഇതിനെ ഗണിതമായിട്ട് മാറ്റിയാൽ, കടബയാതിയിൽ മാറ്റിയാൽ ആ ഒരു കലിദിന സംഖ്യയാണ് കിട്ടുക. ആ കലിദിന സംഖ്യ ആധുനിക രീതിയിലേക്ക് ഡീകോഡ് ചെയ്താൽ AD 2017 ആ കാലമാണ്. ആ കാലഘട്ടത്തിലെ നമ്മുടെ തൈപ്പൂയം ദിവസമാണ്. അപ്പോൾ പൂയം എന്ന് പറയുന്നത് സ്കന്ദദേവൻ, ദേവന്മാരുടെ പോലും സേനാധിപതിയായിട്ടാണ് സുബ്രഹ്മണ്യനെ കാണുന്നത്. ദക്ഷിണ ഭാരതത്തിൽ സേനാനായകനായിട്ട് എല്ലാ രാജവംശവും സുബ്രഹ്മണ്യനെയാണ് കണ്ടിരുന്നത്. ഇത് ദക്ഷിണ ഭാരതത്തിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ ചേര രാജാക്കന്മാരുടെ ഈ സ്ഥാനാരോഹണവും ആ ദിവസവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുക. അതോടുകൂടി രാജാവായതിനു ശേഷം അത് വിളംബരം ചെയ്യണ്ടേ? ആ വിളംബരത്തോടു കൂടി നമ്മുടെ ഒരു കലണ്ടർ നിർമ്മാണവും കൂടി നടന്നിട്ടുണ്ടാകും എന്നും, അങ്ങനെ 12 വർഷത്തേക്കുള്ള സ്ഥാനാരോഹണങ്ങൾ ആരംഭം എന്ന രീതിയിലാണ് ഈ പെരുമാൾ സ്ഥാനാരോഹണം 12 ആണ്ട് സഭയായിട്ട് നടന്നത്. അതിൻ്റെ ഒരു ജ്യോതിശാസ്ത്രവും സാംസ്കാരിക ചരിത്രവും. മറ്റൊന്ന് ഈ ഭാരതത്തിൻ്റെ ഏകത എന്ന് പറയുന്നത് തീർത്ഥഘട്ടങ്ങളും തീർത്ഥസ്നാനങ്ങളുമാണ്, തീർത്ഥാടനമാണ്. അപ്പോൾ അതിൽ പുണ്യതീർത്ഥ സ്നാനം വളരെ പ്രധാനപ്പെട്ടതാണ്. സമുദ്രമഥനത്തിൻ്റെ കഥയൊക്കെ ഉണ്ട് നമ്മുടെ ഉത്തരഭാരതത്തിലെ കുംഭമേളകൾക്കെങ്കിലും ആ പ്രധാന തീർത്ഥഘട്ടങ്ങളിലെ വ്യാഴസംക്രമണമാണ് അവിടുത്തെ ഈ 12 ആണ്ടിലെ കുംഭമേളകൾ. അതിൻ്റെ പ്രാധാന്യം അതാണ്. അതേ രീതിയിലുള്ള 12 ആണ്ടിലെ വ്യാഴസംക്രമണം നടക്കുന്ന ദക്ഷിണ ഭാരതത്തിലെ ഇതേ സമയത്ത് നടക്കുന്ന 2 എണ്ണമാണ്. ഒന്ന് തിരുനാവായും ഒന്ന് കുംഭകോണവും.